അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി ഫി അഫ്ആലിഹി വഅഖ്വാലിഹി ഇലാ യൗമിദ്ദീൻ. വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സർവ്വലോകങ്ങളുടെയും സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സത്യദീനുൽ ഇസ്ലാമിൻ്റെ വെളിച്ചം എവിടെയൊക്കെ എത്തണമെന്ന് അവൻ ആഗ്രഹിച്ചുവോ ഉദ്ദേശിച്ചുവോ ആ പ്രദേശത്തൊക്കെയും എത്താൻ വേണ്ടി അവൻ തെരഞ്ഞെടുത്ത അവൻ്റെ ഹബീബും ഖലീലുമായ സർവ്വലോകങ്ങളുടെയും നേതാവായ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിന് പറ്റുന്ന രീതിയിൽ അവൻ വഴി നടത്തുകയാണ്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ 63 വർഷകാല ജീവിതത്തിൽ അവിടുത്തെ നടത്തവും ഇരുത്തവും ആട്ടവും അനക്കവും ചിന്തയും എല്ലാം അള്ളാഹു നടത്തുന്ന അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. മദീനയിലെ 10 വർഷകാല ജീവിതം അവിടുന്ന് നടത്തിയ ധർമ്മസമരങ്ങളും സൈനിക നീക്കങ്ങളും സൈനിക നടപടികളും ഒക്കെ അതേ രീതിയിൽ തന്നെ നടന്നതാണ്. ഏറ്റവും പ്രധാനമായി നടന്നിരുന്നത് നാം വിവരിച്ചത് മക്കയിലെ ഖുറൈശികളോടായിരുന്നു. ബദറും ഉഹുദും ഒക്കെയും അവരോട് തന്നെയായിരുന്നു. ഹിജ്റ 2-3 വർഷങ്ങളിൽ നടന്ന അതിനുശേഷം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമാധാനിച്ചിരിക്കുകയല്ല. അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം ഒരുപാട് സൈനിക നീക്കങ്ങളും സൈനിക നടപടികളും വീണ്ടും അവിടെ നിന്ന് നടത്തുകയാണ്. തൊട്ടടുത്ത വർഷമായ ഹിജ്റ 4-ാം വർഷം മുഹറം മാസത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബ് ബനു സഅദ് ഗോത്രക്കാർ താമസിക്കുന്ന ഫൈദ് ഗ്രാമത്തിലെ ഒരു പ്രദേശത്തേക്ക് മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 150 അംഗം വരുന്ന ഒരു സൈന്യത്തെ നബി തങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നു. സൽമ, തുലൈഹ എന്ന് പറയുന്ന 2 ആളുകൾ അവരുടെ ഗോത്രത്തെയും മുഴുവനായി ഒരുമിച്ച് കൂട്ടിയിട്ട് അള്ളാഹുവിന്റെ റസൂലിനെതിരെ പടനീക്കം നടത്തുന്നു എന്ന വിവരം അള്ളാഹുവിന്റെ ഹബീബിന് കിട്ടിയപ്പോഴായിരുന്നു അത്. ഹിജ്റ 4-ാം വർഷം മുഹറം മാസത്തിൽ, അതേ 4-ാം വർഷം മുഹറം മാസത്തിൽ 5-ാം തീയതി തിങ്കളാഴ്ച അള്ളാഹുവിന്റെ ഹബീബ് മക്കയുടെയും അർഫയുടെയും അടുത്ത പ്രദേശമായ ഉർന എന്ന പ്രദേശത്തേക്ക് ഒരു ഏക അംഗത്തെ നബി തങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നു. സുഫിയാൻ ഇബ്നു ഖാലിദ് എന്ന് പറയുന്ന അവിടുത്തെ ധീരനായ ഒരാള് അള്ളാഹുവിന്റെ ഹബീബിനെ വധിക്കാൻ വേണ്ടി ആളുകൾ ഒരുമിച്ച് കൂട്ടുന്നു എന്ന വിവരം മദീനയിലേക്ക് അള്ളാഹുവിന്റെ ഹബീബിന് കിട്ടിയ സന്ദർഭത്തിലായിരുന്നു അത്. അബ്ദുല്ലാഹി ഇബ്നു അനീസ് റളിയല്ലാഹു അൻഹുവിനെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞയക്കുന്നത്. അതും ഹിജ്റ 4-ാം വർഷം മുഹറം മാസത്തിൽ തന്നെ. അബ്ദുള്ളയോട് പറയുന്നു അദ്ദേഹത്തെ ചെന്ന് കണ്ട് വേണ്ടതുപോലെ ചെയ്യണമെന്ന്. അദ്ദേഹം പറയുന്നത്, എനിക്ക് സുഫിയാൻ ഇബ്നു ഖാലിദിനെ കണ്ടു പരിചയമില്ലല്ലോ. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിങ്ങൾ ഇന്ന സ്ഥലത്ത് ചെല്ലുക, അവിടെ എത്തിയാൽ ആൾക്കൂട്ടത്തിന്റെ ഇടയിലായി നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാം. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണുന്ന അതേ സന്ദർഭത്തിൽ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് പേടി വരുമെന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. ധൈര്യശാലിയായ, ആരെ കണ്ടാലും ഇതുവരെ പേടിച്ചിട്ടില്ലാത്ത അബ്ദുല്ലാഹി ഇബ്നു അനീസ് എന്നവരോട് അള്ളാഹുവിന്റെ റസൂൽ ഇത് പറയുന്നത്. നബി തങ്ങൾ പറഞ്ഞത് പ്രകാരം അദ്ദേഹം ചെല്ലുകയും അവിടെ എത്തുകയും ഇദ്ദേഹത്തെ കൂട്ടാളികൾക്കിടയിൽ കാണുകയും കാണുമ്പോൾ തന്നെ പേടി തോന്നുകയും എന്താണോ ഹബീബ് അദ്ദേഹത്തെ ചെയ്യാൻ ആവശ്യപ്പെട്ടതെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിനെതിരെ ഒരു വൻ സൈന്യത്തെ ഒരുക്കാൻ ഒരുങ്ങിയിരിക്കുന്ന അദ്ദേഹവുമായി അബ്ദുല്ലാഹി ഇബ്നു അനീസ് എന്നവർ നേരിട്ട് മടങ്ങി വരികയാണ്. ശേഷം അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ സുഫിയാൻ ഇബ്നു ഖാലിദ് എന്നയാൾക്കെതിരെ അബ്ദുല്ലാഹി ഇബ്നു അനീസ് എന്നവരെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞയച്ചതിന് ശേഷം അബൂ സുഫിയാന്റെ നേതൃത്വത്തിലായി ഖാറ എന്ന് പറയുന്ന സുഫിയാന്റെ ഗോത്രത്തിന്റെ ബന്ധുക്കളായ 2 ഗോത്രക്കാരെ കൂട്ടുപിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിനെതിരെ പടനീക്കം നയിക്കുകയാണ് അബൂ സുഫിയാൻ. അസ്വ ബിൻ സാബിത്ത് എന്ന് പറയുന്ന സ്വഹാബി വര്യന്റെ നേതൃത്വത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരിലേക്കും ആളുകളെ പറഞ്ഞയക്കുകയാണ്. അതും അതേ വർഷം തന്നെയാണ് നടക്കുന്നത്. അതേ ഹിജ്റ വർഷം തന്നെ തൊട്ടടുത്ത മാസമായ സഫർ മാസത്തിലാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കിയിരുന്ന 70ഓളം വരുന്ന സ്വഹാബി വര്യന്മാർ കൊല്ലപ്പെട്ട സംഭവം ഉണ്ടായത്. അള്ളാഹുവിന്റെ ഹബീബ് ഒരു സൈനിക നീക്കം നടത്തിയതായിരുന്നു അതും.
70 സ്വഹാബി വര്യന്മാർ വിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കിയ 70ഓളം ആളുകൾ അതിൽ വെച്ച് കൊല്ലപ്പെടുകയാണ്. അതിന്റെ പേരിൽ വല്ലാതെ വിഷമിച്ചിട്ടുണ്ട് അല്ലാഹുവിന്റെ ഹബീബ്, മനസ്സ് വേദനിച്ചിട്ടുണ്ട്. അവരെ വധിച്ച ഗോത്രത്തിനെതിരെ 1 മാസകാലം അല്ലാഹുവിന്റെ റസൂൽ നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതിയിട്ടുണ്ടായിരുന്നു. ബനു ആമിർ ഗോത്രക്കാരനായ അബൂബറാ ആമിർ ബിൻ മാലിക് എന്നയാളുടെ ആവശ്യപ്രകാരമായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ 70ഓളം ആളുകളെ പറഞ്ഞയച്ചിരുന്നത്. ആ 70ഓളം ആളുകളെ അവിടെ വെച്ച് ഉസയ്യ, ഹുദൈലി, ദക്വാൻ, റിയലി എന്ന് പറയുന്ന ഗോത്രക്കാരാൽ 70ഓളം ആളുകൾ വധിക്കപ്പെടുകയാണ് ഉണ്ടായത്. അതേ ഹിജറ 4-ാം വർഷം റബീഉൽ അവ്വൽ മാസത്തിലാണ് ബനു നളീർ എന്ന് പറയുന്ന മദീനയിൽ ഉണ്ടായിരുന്ന ജൂതഗോത്രം അള്ളാഹുവിന്റെ റസൂലുമായി മദീനയിലേക്ക് വന്ന ഉടനെ തന്നെ കരാറിൽ ഏർപ്പെട്ടിരുന്ന നബിയോടൊപ്പം നിൽക്കാം, മദീനയോടൊപ്പം നിൽക്കാം എന്ന് കരാറിൽ ഏർപ്പെട്ടിരുന്ന ജൂതന്മാർ വഞ്ചിക്കുകയും അവർക്കെതിരെ അള്ളാഹുവിന്റെ റസൂല് പടനീക്കം നയിക്കുകയും ചെയ്തത്. ഇൻഷാ അല്ലാഹ് ജൂതഗോത്രത്തെ വിവരിക്കുമ്പോൾ അത് പറയാം. തൊട്ടടുത്ത മാസമായ റബീഉൽ ആഖിറിന്റെ അവസാനത്തിലും ജുമാദൽ ഊലയുടെ ആദ്യത്തിലുമായി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും സൈനിക നീക്കം നടത്തുകയാണ്. നബിക്കെതിരെ ഒരു വിഭാഗം ആളുകൾ വരുന്നു എന്ന വിവരം അറിഞ്ഞപ്പോഴായിരുന്നു അത്. ഇങ്ങോട്ട് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനായിരുന്നു അതും നടത്തിയിരുന്നത്. എന്ന പേരിൽ അറിയപ്പെടുന്നത് അതായിരുന്നു. ഒരു വൻ സൈന്യം അല്ലാഹുവിന്റെ റസൂലിനെതിരെ വരുന്നു എന്ന വിവരം കിട്ടിയപ്പോൾ അവരിലേക്കാണ് ആദരവായ നബി തങ്ങൾ 400 അംഗ ഒരു സംഘവുമായി തിരിച്ചത്. അവരുമായി കാര്യമായ ഏറ്റുമുട്ടലുകളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അണിയണിയായി നിന്നിട്ടുണ്ടായിരുന്നെങ്കിലും പോരാട്ടം നടന്നിട്ടുണ്ടായിരുന്നില്ല. 2 ഭാഗത്തു നിന്നും ഏറ്റുമുട്ടാൻ ഒരുങ്ങി നിന്നിരുന്നു എന്നു മാത്രം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന വിശ്വാസികൾ, അവർക്കെതിരെ വന്നിരുന്ന ആ ഗോത്രങ്ങളെല്ലാവരും ഒരുമിച്ച് വന്നപ്പോ അവരണിയായി നിന്ന സമയത്ത് യുദ്ധം നടക്കുമോ എന്ന് പേടിച്ചുകൊണ്ട് നമസ്കാരം പോലും നിർവഹിക്കാൻ പറ്റാത്ത വിധം, സാധാരണ രീതിയിൽ നമസ്കാരം നിർവഹിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ സ്വലാത്തുൽ ഖൗഫ് എന്ന പേരിലുള്ള പേടി സമയത്ത് എങ്ങനെ നമസ്കരിക്കണം എന്ന നമസ്കാരം അല്ലാഹുവിന്റെ റസൂല് നമസ്കരിച്ച് കാണിച്ചു കൊടുത്തത് ആ തുരിഖായിലായിരുന്നു. ആ ധർമ്മസമരത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂല് പടനീക്കം നയിക്കുന്ന സമയത്ത് ആരംഭ നബിതങ്ങളോടൊപ്പം വന്നിരുന്ന വിശ്വാസികളുടെ കാലിൽ ചെരുപ്പ് ധരിക്കാനില്ലാത്ത പാവങ്ങളായിരുന്നു പല ആളുകളും. നടന്ന് നടന്ന് കാല് പൊട്ടിയിട്ട് നഖങ്ങൾ പോലും അവരുടെ വിരലിൽ നിന്ന് പുറത്തേക്ക് വീഴുമാർ അവർ പ്രയാസപ്പെട്ടിരുന്ന സമയത്ത് അവരുടെ കയ്യിലുണ്ടായിരുന്ന പഴയ വസ്ത്രത്തിന്റെ കഷ്ണങ്ങളും കീറ കഷ്ണങ്ങളെല്ലാം എടുത്തുകൊണ്ട് കാലിൽ ചുറ്റിയായിരുന്നു അവർ പോയിരുന്നത്. അതുകൊണ്ടാണ് കീറ കഷ്ണങ്ങൾ എന്ന പേരിൽ ഈ സംഭവം അറിയപ്പെട്ടിരുന്നത്. ഒരുപാട് അത്ഭുത സംഭവങ്ങളും ഈ ധർമ്മസമരവേളയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആജിബ് എന്ന പേരിലും ഇതറിയപ്പെട്ടതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെ ഹിജറ 4-ാം വർഷത്തിൽ തന്നെ ശഅബാൻ മാസത്തിലായിരുന്നു അബൂ സുഫിയാൻ, ഉഹദിൽ നിന്ന് പരാജയപ്പെട്ട് മടങ്ങിപ്പോയ അബൂ സുഫിയാനും ആളുകളും അടുത്ത വർഷം ഇനി ബദറിൽ വെച്ച് തന്നെ കാണാം എന്ന് വീമ്പളക്കി പോയിരുന്നത്. ഹിജറ 3-ാം വർഷം ഉഹദ് യുദ്ധം നടന്ന് മടങ്ങിപ്പോയ സമയത്താണ് അടുത്ത വർഷം ബദറിൽ വെച്ച് കാണാമെന്നവർ പറഞ്ഞിരുന്നത്. അതേ പിറ്റേ വർഷം ഹിജറ 4-ാം വർഷത്തിൽ ശഅബാൻ മാസത്തിൽ അല്ലാഹുവിന്റെ റസൂൽ വഖ്തത്ത ബദറിലേക്ക് പുറപ്പെടുന്നത് അബൂ സുഫിയാനെ നേരിടാൻ വേണ്ടി. അടുത്ത വർഷം ബദറിൽ കാണാമെന്ന് പറഞ്ഞപ്പോൾ അതേ ബദറിൽ വെച്ച് തന്നെ കാണാമെന്ന് നബി തങ്ങളും വാക്ക് നൽകിയതാണ്. ആ അബൂ സുഫിയാനെ നേരിടാൻ വേണ്ടി വരുന്നുണ്ട് എന്ന വിവരം അദ്ദേഹം അറിഞ്ഞു. അദ്ദേഹം നൽകിയ വാക്കായിരുന്നു അത്. പക്ഷേ പേടിയാണ്, എന്തായിരിക്കും നടക്കുക എന്നറിയില്ല. ബദറിൽ പരാജയമാണ്, ഉഹദിലും പരാജയം തന്നെയാണ് അവർ ഏറ്റുവാങ്ങിയിരുന്നത്. മുസ്ലിമീങ്ങളുമായി ഏതാണ്ട് ആളുകളെ കൊല്ലാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലും അവസാനം പിന്തിരിഞ്ഞ് ഓടുകയാണ് ഉഹദിൽ വെച്ചും മക്കയിലെ മുശ്രിക്കുകളും ശത്രുക്കളും ചെയ്തിരുന്നത്. ഇനി എന്താണ് ബദറിൽ വെച്ച് നടക്കുക എന്നറിയാതെ പോവാൻ മടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ഒരു യുദ്ധത്തിനും ഒരു പോരാട്ടത്തിനും തയ്യാറാവാതിരുന്നിരുന്ന മക്കയിലെ മുശ്രിക്കുകളോട് പക്ഷേ പോവാതിരിക്കാൻ കഴിയില്ലല്ലോ, മാനക്കേടാണല്ലോ എന്ന് മനസ്സിലാക്കിയ അബൂ സുഫിയാൻ ആളെ പറഞ്ഞയക്കുന്നത് നുഐം ബിൻ മസ്ഊദ് എന്നയാളെ മദീനയിലേക്ക്. അബൂ സുഫിയാൻ ഒരു വൻ സൈന്യവുമായാണ് കടന്നു വരുന്നതെന്നും മക്കയിലെ മുസ്ലിമീങ്ങളെ നിങ്ങൾക്ക് അവരെ നേരിടാൻ കഴിയുകയില്ല, അവരൊരു വൻ ശക്തിയാണ് എന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി നുഐം ബിൻ മസ്ഊദ് എന്നയാളെ അബൂ സുഫിയാൻ പറഞ്ഞയക്കുകയാണ്. അദ്ദേഹം പിന്നീട് വിശ്വസിച്ച സ്വഹാബിയാണ്, 2 പേരും റളിയല്ലാഹു അൻഹുമാ. നുഐം ബിൻ മസ്ഊദ് എന്നയാൾ മദീനയിൽ വരുന്നു, അല്ലാഹുവിന്റെ റസൂലിനെ കാണുന്നു, വിവരം പറയുന്നു. ആരംഭ നബി തങ്ങളോട് അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമാ 2 പേരും പറയുന്നത് ഇല്ല, നമ്മൾ ബദറിലേക്ക് പുറപ്പെടുക തന്നെ വേണമെന്നാണ്.
അവരെത്ര സൈന്യമാണെങ്കിലും ആരാണെങ്കിലും എന്തു പറഞ്ഞ് പേടിപ്പിക്കുകയാണെങ്കിലും നമ്മൾ അവിടേക്ക് പോയേ മതിയാകൂ, നമ്മൾ ഭീരുക്കളായി നിൽക്കരുത് എന്നാ പറയുന്നത്. അബൂ സുഫിയാൻ നുഐം ഇബ്നു മസ്ഊദ് എന്നയാളെ പറഞ്ഞയച്ചതിന് ശേഷം മക്കയിൽ വിവരം നൽകുകയാണ്, പേടിക്കണ്ട, ഞാൻ നുഐമിനെ പറഞ്ഞയച്ചിട്ടുണ്ട്, നുഐം കാര്യങ്ങൾ സംസാരിക്കും, മദീനയിൽ നിന്ന് അവർ ബദറിലേക്ക് വരില്ല, അവരുടെ വരവിനെ അദ്ദേഹം മുടക്കും, എങ്ങാനും വരികയാണെങ്കിൽ നമുക്കവരിലേക്ക് പോയിട്ട് പകുതി വഴിയിൽ വെച്ച് മടങ്ങാം. ഇത് വരൾച്ചയുടെ കാലമാണല്ലോ, ഈ കാലത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നല്ല കാലത്ത് വരാമെന്ന് പറഞ്ഞുകൊണ്ട് മടങ്ങാമെന്ന് അദ്ദേഹം പറയുന്നത്. നുഐം ഇബ്നു മസ്ഊദിന്റെ വിവരം കിട്ടുന്നു, ബദറിലേക്ക് മുസ്ലിമീങ്ങൾ വരുന്നു എന്ന വാർത്തയാ അറിയുന്നത്. അബൂ സുഫിയാൻ ആളുകളെയും കൂട്ടി പകുതി വഴിയിൽ എത്തിയിട്ട് അബൂ സുഫിയാൻ കൂടെയുള്ളവരോട് പറയുന്നത്, നമുക്ക് മടങ്ങിപ്പോവാം, ഞാൻ ഏതായാലും മടങ്ങുകയാണ്, നിങ്ങളും മടങ്ങിപ്പോരൂ എന്ന് ദിവസങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം മടങ്ങുകയാണ്. ആളുകളോട് പറയുന്നത്, വരൾച്ചക്കാലമല്ലേ, ഈ വിവരം നമുക്ക് അവരെ അറിയിക്കാം, നല്ല കാലത്ത് പോകാമെന്ന. മക്കയിലേക്ക് മടങ്ങി വരുമ്പോൾ ആളുകളൊക്കെയും ഇവരെ പരിഹസിക്കുകയാണ്. സവീഖിന്റെ സൈന്യം, നിങ്ങൾ റവയുണ്ടാക്കിയിട്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കി തിന്നാൻ പോയ ആളുകളാണ്, നിങ്ങൾ അതിന് പോയവരാണ്, തിന്നാൻ വേണ്ടി പോയ പേടി തൊണ്ടന്മാരാണ് നിങ്ങൾ എന്ന് അവരെ പറഞ്ഞ് പരിഹസിച്ചിട്ടുണ്ടായിരുന്നു. അതും ഹിജറ 4-ാം വർഷം തന്നെയാണ് നടന്നത്. തൊട്ടടുത്ത വർഷമായ ഹിജറ 5-ാം വർഷം ശഅബാൻ മാസത്തിലാണ് ബനുൽ മുസ്തലഖ് ഗോത്രക്കാർ അവരുടെ നേതാവ് ഹാരിസ് ഇബ്നു അബീ ദുറാർ എന്ന് പറയുന്നയാളുടെ നേതൃത്വത്തിൽ മദീനയെ ലക്ഷ്യമിട്ടുകൊണ്ട് വരുന്നു നബിയെ തകർക്കാൻ എന്ന വിവരം കിട്ടുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് അവരിലേക്കായി ഇറങ്ങി പോകുന്നത് 700ഓളം ആളുകൾ അടങ്ങുന്ന ഒരു സൈന്യവുമായി അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരിലേക്ക് പോവുകയാണ്. ഖുറൈസി എന്ന് പറയുന്ന അവരുടെ ഒരു വെള്ളത്തിന്റെ അരികിൽ അള്ളാഹുവിന്റെ റസൂല് തമ്പടിക്കുന്നു, ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. ഇവർ വന്ന വിവരം, വിശ്വാസികൾ വന്ന വിവരം അറിഞ്ഞപ്പോൾ അവർ ഓടുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഉണ്ടായിരുന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏക ഇലാഹ് അള്ളാഹു മാത്രമാണ് എന്ന ഈ സത്യത നിങ്ങൾ അംഗീകരിക്കൂ, എങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്നാ പറയുന്നത്. അത് അംഗീകരിക്കാതെ അവർ മടങ്ങിപ്പോവുകയാണ്. നബിയെ വധിക്കാനും ഇസ്ലാമിനെ തകർക്കാനും അറബികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ബനൂ മുസ്തലഖ് ഗോത്രക്കാർ ഒരുങ്ങി വന്ന വിവരം അറിഞ്ഞപ്പോഴായിരുന്നു നബി തങ്ങൾ അവരിലേക്ക് ഇറങ്ങി തിരിച്ചിരുന്നത്. ആ ബനുൽ മുസ്തലഖ് ഗോത്രക്കാരിലേക്ക് നേരിട്ട് മുസ്ലിം സൈന്യം ഇറങ്ങി ചെല്ലുമ്പോ അവര് പിന്തിരിഞ്ഞോടുമ്പോ 200ഓളം വരുന്ന ഒരംഗമുള്ള ഒരു കുടുംബത്തെ അവരിൽ നിന്ന് പിടികൂടുകയാണ്. അവരുടെ ഏതാനും സ്വത്തുക്കളുമായാണ് അള്ളാഹുവിന്റെ ഹബീബ് മടങ്ങി വരുന്നത്. അത് വിശ്വാസികൾക്കിടയിൽ വിഹിതം വെക്കുന്നു. ആ കൂട്ടത്തിൽ അവരുടെ നേതാവായിരുന്ന ഹാരിസ് എന്നയാളുടെ മകൾ ജുവൈരിയയും ഉണ്ടായിരുന്നു. ജുവൈരിയ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വത്തിലാ വരുന്നത്. ജുവൈരിയ എന്ന അടിമപ്പെണ്ണിനെ, യുദ്ധത്തിൽ പിടികിട്ടിയ അടിമപ്പെണ്ണ് അവരുടെ നേതാവിന്റെ മകളാണെന്നറിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂല് മോചിപ്പിച്ചുകൊണ്ട് ഈ സംഘത്തിന്റെ നേതാവായ മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിക്കാഹ് ചെയ്ത് തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്. നേതാവിന്റെ മകളെ നേതാവ് വിവാഹം ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹധർമ്മിണിയായി കടന്നു വന്ന ജുവൈരിയുടെ കുടുംബമാണ് ബാക്കിയുള്ള വിശ്വാസികളോടൊപ്പം ഉണ്ടായിരുന്ന മറ്റുള്ള ആളുകൾ, ആ യുദ്ധത്തിൽ ആ പോരാട്ടത്തിൽ പിടിക്കപ്പെട്ടിരുന്നവർ. അവരെ എല്ലാവരെയും അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബി വര്യന്മാർ മോചിപ്പിക്കുകയാണ്. നബി കുടുംബത്തിൽപ്പെട്ട നബിയുടെ ഇണയായ ഈ ജുവൈരിയ എന്നവരുടെ ബാക്കിയല്ലേ ഇവരെല്ലാം, ഇവരെ നമുക്ക് എന്തിനു വേണം, ഇവരെ എങ്ങനെ നമ്മൾ അടിമകളാക്കി വെക്കും, ഒരിക്കലും വേണ്ട എന്ന് എല്ലാ സ്വഹാബി വര്യന്മാരും അഭിപ്രായപ്പെട്ടുകൊണ്ട് അവരെ മോചിപ്പിക്കുകയാണ്. ഈ ജുവൈരിയെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് പിന്നീട് തന്റെ പിതാവ് ഹാരിസ് ഒരുപാട് ഒട്ടകങ്ങളുമായി വരുന്നത്. അദ്ദേഹം വന്ന് അക്കീഖ് എന്ന പ്രദേശത്തെത്തി, മദീനയുടെ പരിസരത്തെത്തി അദ്ദേഹത്തിന്റെ ഒട്ടകങ്ങളെ വീക്ഷിച്ചു നോക്കുമ്പോൾ കൂട്ടത്തിൽ നല്ല 2 ഒട്ടകങ്ങളെ കണ്ടു. ആ 2 ഒട്ടകങ്ങളെയും അവിടെ ഒരു താഴ്വരയിൽ അദ്ദേഹം മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള ഒട്ടകങ്ങളുമായി അള്ളാഹുവിന്റെ ഹബീബിന്റെ അരികിലേക്ക് വന്നുകൊണ്ട് പറയുന്നത്, എന്റെ മകൾ ജുവൈരിയ നിങ്ങളുടെ കൂട്ടത്തിൽ ബന്ദിയായി പിടിക്കപ്പെട്ടവളാണ്, അവരെ കൊണ്ടുപോവാനാണ് ഞാൻ വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ട പണം എന്റെ കയ്യിലുണ്ട്, ഒട്ടകങ്ങളുണ്ട്, നിങ്ങൾക്ക് ഇതിൽ വേണ്ട ഒട്ടകങ്ങളെ ഒക്കെയും സ്വീകരിക്കാമെന്ന് പറയുമ്പോഴാ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹാരിസിനോട് ചോദിക്കുന്നത്, യാ ഹാരിസ്, നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അക്കീഖിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ച 2 ഒട്ടകങ്ങളില്ലേ, ഏറ്റവും മുന്തിയ 2 ഒട്ടകങ്ങളില്ലേ, എന്താ അതിന്റെ വിവരം എന്ന് ചോദിക്കുന്ന ആ സമയത്തിൽ തന്നെയാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്, അല്ലാഹു മാത്രം അറിയുന്ന, മറ്റാരും അറിയാത്ത, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലാത്ത, ആരും കണ്ടിട്ടില്ലാത്ത, ആരും അറിഞ്ഞിട്ടില്ലാത്ത വിവരമാണ് അങ്ങ് വെളിപ്പെടുത്തിയത്, അങ്ങ് അല്ലാഹുവിന്റെ പ്രവാചകർ തന്നെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിശ്വസിക്കുന്നത്.
അള്ളാഹുവിന്റെ റസൂലിന്റെ മണവാട്ടിയായ സഹധർമ്മിണിയായ ജുവൈരിയ റളിയല്ലാഹു അൻഹയോട് പിതാവ് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ തന്നെയാണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോഴാ പിതാവ് മടങ്ങിപ്പോകുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹധർമ്മിണിമാരിൽ ഏറ്റവും അവിടത്തേക്ക് പ്രിയപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിൽ അപവാദം പറഞ്ഞുണ്ടാക്കിയതും അവരെ മുക്തയാണ്, അതിൽ നിന്നൊക്കെയും മുക്തയാണ് എന്ന് അറിയിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ നീണ്ട ആയത്തുകൾ അവതരിക്കുകയും ചെയ്തത് ഈ മുറൈസിയ ബനുൽ മുസ്തലഖ് ഗോത്രത്തിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ നടത്തിയ സൈനിക നടപടികളുടെ ആ സമയത്തുണ്ടായതായിരുന്നു. അതേ ഹിജറ 5-ാം വർഷം ശവ്വാൽ മാസത്തിലാണ് ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുറൈശികളുമായി മറ്റൊരു സൈനിക നീക്കം നടത്തുന്നത്. ഖുറൈശികളിലേക്ക് ഇതുവരെ നടത്തിയ സൈനിക നീക്കങ്ങളെയും ധർമ്മസമരങ്ങളെയും സൈനിക നടപടികളെയും പോലെയായിരുന്നില്ല. അതേതെങ്കിലും ഗോത്രക്കാർ, ഏതെങ്കിലും നാട്ടുകാർ, ഏതെങ്കിലും വിഭാഗക്കാർ നബിയിലേക്ക് അരികിലേക്ക് വരുമ്പോ, മദീനയിലേക്ക് വരുമ്പോ അവരെ നേരിടാനാ പോയിരുന്നതെങ്കിൽ ഇതുവരെ നബിയുമായി നടത്തിയ എല്ലാ പോരാട്ടങ്ങളിലും പരാജയം ഏറ്റുവാങ്ങിയ സകല ഗോത്രങ്ങളും, സകല നാട്ടുകാരും, സകല വിഭാഗക്കാരും ഒരുമിച്ച് കൂടിയിട്ട് ഒരു വൻ സേനയാണ്. 10,000-ഓളം വരുന്ന ഒരു വൻ സൈന്യം അള്ളാഹുവിന്റെ ഹബീബിനെതിരെ മദീനയിലേക്ക് വന്നപ്പോഴായിരുന്നു നബി തങ്ങൾ അവരിലേക്ക് തിരിച്ചത്. ഏതാണ്ട് 1000 അല്ലെങ്കിൽ 3000-ഓളം വരുന്ന ഒരു സൈന്യം ഖന്ദഖ് എന്ന പേരിൽ അറിയപ്പെട്ട സൈനിക നടപടി അതായിരുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് വരുന്നത് മക്കയിലേക്ക് ചെന്നുകൊണ്ട് ഹുയയ്യ് ബിനു അഖ്തബ് എന്ന് പറയുന്ന ബനു നദീർ ഗോത്രത്തിന്റെ തലവനാണ്. ബനു നദീർ ഗോത്രം മദീനയിലെ ജൂതഗോത്രമായിരുന്നു. മദീനയിൽ നിന്ന് നിർബന്ധിത സാഹചര്യത്തിൽ അവരെ നാടുകടത്തിയതായിരുന്നു അള്ളാഹുവിന്റെ ഹബീബ്. ആ ഗോത്ര തലവനായ ഹുയയ്യ് മക്കയിലെ മുശ്രിക്കുകളുടെ അരികിലേക്ക്, ഖുറൈശികളുടെ അരികിലേക്ക് ചെന്നാ പറയുന്നത്, മുഹമ്മദിനെയും കൂട്ടക്കാരെയും ഉന്മൂല നാശം വരുത്താൻ, സകലരെയും നശിപ്പിക്കാൻ നമുക്ക് തുനിയണം, നമുക്ക് എല്ലാവർക്കും പോവണം, ഒറ്റക്കെട്ടായി പോവണമെന്ന് പറഞ്ഞ് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് അദ്ദേഹം പറയുന്നു. ഖുറൈശികൾ ഒരുങ്ങുന്നു. 4000 ആളുകൾ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ. ഉസ്മാൻ ഇബ്നു അബീ തുലൈഹയാണ് പതാക വഹിക്കുന്നത്. ദാറുൻ നദ്വയിൽ വെച്ച് ആ പതാക കെട്ടിക്കൊടുക്കുന്നത്. എല്ലാം ഔദ്യോഗികമായി തന്നെയാണ് നടക്കുന്നത്. ഈ ഹുയൈ പിന്നെ ചെല്ലുന്നത് ഒത്തുഫാൻ ഗോത്രത്തിലേക്കാണ്. അവരെ കൂട്ടിക്കൊണ്ടുവരുന്നു. ബനു സുലൈം ഗോത്രക്കാരുണ്ട്, ബനു അസദ് ഗോത്രക്കാരുണ്ട്, ബനു മുറ ഗോത്രക്കാരുണ്ട്. എല്ലാവരും പകുതി വഴിയിൽ വെച്ചും ഇടക്ക് വെച്ചും എല്ലാം പല ഭാഗങ്ങളിൽ നിന്നും സമ്മേളിച്ചുകൊണ്ട് ഒരു 10,000-ഓളം വരുന്ന വൻ സേനയുമായി അള്ളാഹുവിന്റെ ഹബീബിനെതിരെ മദീനയിലേക്ക് വരുമ്പോഴാ അള്ളാഹുവിന്റെ റസൂല് സ്വഹാബി വര്യന്മാരോട് ചോദിക്കുന്നത്, നമ്മൾ എന്താ ചെയ്യേണ്ടത്? അഭിപ്രായം ചോദിക്കുന്ന സമയത്ത് സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു പേർഷ്യക്കാരനാണ്. അദ്ദേഹമാ പറയുന്നത്, അറബികൾക്ക് പരിചയമില്ലാത്ത ഒരു തന്ത്രം, മദീനയിലെയും മക്കയിലെയും ഒന്നും പരിചയമില്ലാത്ത ഒരു തന്ത്രം നമുക്ക് വലിയ കിടങ്ങു കയറിയിട്ട് പ്രതിരോധിക്കാമെന്നത്. മദീനയിലേക്ക് ആളുകൾക്ക് പ്രവേശിക്കാൻ പറ്റാത്ത വിധം ഒരു വലിയ കിടങ്ങു കീറാൻ നബി തങ്ങൾക്ക് തീർത്തും അത് ബോധ്യപ്പെടുകയാ. അള്ളാഹുവിന്റെ ഹബീബ് അംഗീകരിക്കുന്നു. തന്റെ കൂടെയുള്ള വിശ്വാസികളോട് നബി തങ്ങൾ കാണിച്ചു കൊടുക്കുന്നു ആരൊക്കെ എവിടെയൊക്കെയാണ് കിടങ്ങ് കീറേണ്ടത് എന്ന്. നബി തങ്ങളും കൂടുകയാണ്. 3 ദിവസത്തോളമൊക്കെയും പട്ടിണി കടന്നുകൊണ്ട് വിശപ്പ് സഹിച്ചുകൊണ്ട് അവരതൊക്കെയും ആ കിടങ്ങ് കീറിയത്. മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു 10 ആളുകൾ ചെയ്യുന്ന പണിയാണ്, ജോലിയാണ് അദ്ദേഹം ചെയ്തത്. 10 ആളുകൾ കിടങ്ങ് കീറുന്ന അത്രയും സ്ഥലം ഇദ്ദേഹം ഒറ്റയ്ക്ക് കീറിയപ്പോഴാണ് മുഹാദിറുകൾ പറയുന്നത്, സൽമാനു മിന്ന, സൽമാൻ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അൻസ്വാരികൾ പറയുന്നു, സൽമാൻ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരാ. അള്ളാഹുവിന്റെ റസൂൽ ഇത് രണ്ടും കേട്ടുകൊണ്ട് പറഞ്ഞു, സൽമാനു മിന്ന അഹ്ലൽ ബൈത്ത്, സൽമാൻ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാ, അഹ്ലു ബൈത്തിൽപ്പെട്ടതാണ് എന്ന് അദ്ദേഹം ചെയ്ത ആ ജോലി കണ്ടപ്പോഴാ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്. കടുത്ത തണുപ്പുള്ള സമയം, സഹിക്കാൻ പറ്റാത്ത തണുപ്പുള്ള സമയത്തായിരുന്നു അവർ കിടങ്ങ് കീറിയിരുന്നത്. പട്ടിണിയാണ്, പ്രയാസമാണ്, വേദനയാണ്, വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടൊക്കെയായിരുന്നു അവർ ചെയ്തിരുന്നത്. അള്ളാഹുവിന്റെ ഹബീബും അതേ രീതിയിൽ തന്നെയാ ചെയ്തത്. നബിയും മാറി നിന്നിട്ടുണ്ടായിരുന്നില്ല. ഈ പ്രയാസങ്ങളൊക്കെ കണ്ട സമയത്ത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്നൽ ഐശ ഐശുൽ ആഖിറ ഫഗ്ഫിർ ലിൽ അൻസ്വാരി വൽ മുഹാജിറ, ഈ മുഹാജിർ അൻസാറുകൾക്ക് നീ പുറത്തു കൊടുക്കണേ. ജീവിതം പരലോക ജീവിതമാണല്ലോ യഥാർത്ഥ ജീവിതം. അത് ലക്ഷ്യമാക്കി അതിനു വേണ്ടിയാണ് അവരിതൊക്കെയും ചെയ്യുന്നതിനാഥാ, നീ അവരോടൊപ്പം ഉണ്ടാകണേ എന്ന് പറഞ്ഞപ്പോഴാ കേട്ടുകൊണ്ട് നിന്നിരുന്ന സഹാബി വര്യന്മാർ പറഞ്ഞത്, നഹ്നുല്ലദീന ബായഉ മുഹമ്മദ
അലൽ ജിഹാദി മാ ബഖീന അബദ. എപ്പോഴും നബിയോടൊപ്പം നിൽക്കാമെന്ന് വാക്ക് നൽകിയവരാ ഞങ്ങൾ. നബിയോടൊപ്പം നിന്ന് ഏതു പ്രതിസന്ധി വേളകളിലും ഏതു പ്രയാസഘട്ടങ്ങളിലും നബിയോടൊപ്പം നിൽക്കാമെന്ന് പറഞ്ഞവരാണ് ഞങ്ങളെന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് അവർ പറയുന്നത്. ആ സമയത്താണ് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് സ്വഹാബി വര്യന്മാർ വന്നുകൊണ്ട് പറയുന്നത്, കിടങ്ങ് കീറുന്ന സമയത്ത് വലിയ പാറക്കല്ല് പോലെ ഉറച്ചു നിൽക്കുന്ന ഒരു പ്രദേശം, ആര് എങ്ങനെ വെട്ടിയിട്ടും പൊട്ടിക്കാൻ പറ്റാത്തത്. ആരംഭ നബി തങ്ങൾ അവിടെ ചെല്ലുന്നു, അല്പം വെള്ളം കൊണ്ടുവരാൻ പറയുന്നു, ഏതാനും മന്ത്രങ്ങൾ ഉരുവിടുന്നു, വെള്ളം അവിടെ കുടയുന്നു, അവിടെ നിന്ന് വെട്ടുന്നു, തവിട് പൊടിയായതൊക്കെയും മാറുകയാണ്. അവിടുന്ന് ആ സമയത്ത് വിശ്വാസികൾക്ക് സമാധാനം പകരുന്നു. ഇസ്രയുടെയും കൈസറിന്റെയും ഒക്കെയും കൊട്ടാരം നമ്മുടെ കയ്യിലേക്ക് വരും, അവിടുത്തെ അധികാരം നമുക്ക് ലഭിക്കും, എല്ലാ ഭൂമി മണ്ണും നമുക്ക് തുറന്നു കിട്ടുമെന്നൊക്കെയും അവർക്ക് സന്തോഷ വാർത്തയായി അള്ളാഹുവിന്റെ ഹബീബ് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അവിടുത്തെ നുബുവത്തിന്റെ നാക്കുകൊണ്ട് പറയുകയാണ്. ആരംഭ നബിതങ്ങള് പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെയാ അവിടെ നിന്നിരുന്നത്. കാരണം ഒരു 10,000-ഓളം വരുന്ന സേനയാ വരുന്നത്. മദീനയിലെ വിശ്വാസികളായ സ്ത്രീകളും കുട്ടികളും മദീനയിലുണ്ട്. അവരെ മദീനയിൽ ജൂതഗോത്രമായ ബനൂ ഖുറൈദ ചതിക്കുമോ എന്ന പേടിയും നബിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 500 അംഗ സംഘത്തെ 2 സ്വഹാബി വര്യന്മാരുടെ നേതൃത്വത്തിലായി, സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലായി 300 അംഗ സംഘത്തെയും മറ്റൊരു സ്വഹാബി വര്യന്റെ നേതൃത്വത്തിൽ 200 അംഗ ആളുകളെയും മദീനയിൽ അല്ലാഹുവിന്റെ റസൂൽ നിർത്തിയിരുന്നു. ജൂതഗോത്രം ചതിക്കുമോ എന്ന് പേടിച്ചുകൊണ്ട്. പേടിച്ചതു തന്നെയാ സംഭവിക്കുന്നത്. ജൂതഗോത്രം വിശ്വാസികളെ വഞ്ചിക്കാനാ ഒരുങ്ങുന്നത്. അതിന്റെ കാരണം ബനൂ ഖുറൈള ഗോത്രക്കാരനായ അതിന്റെ നേതാവായ കഅബ് ബിൻ അസദ് എന്നയാളുടെ അരികിലേക്ക് ബനു നളീർ ഗോത്രത്തലവൻ, ബനു നളീറും മദീനയിലെ ജൂതഗോത്രമാണ്, മദീനയിൽ നിന്ന് പുറത്താക്കിയ ജൂതഗോത്രം. ആ ജൂതഗോത്രത്തിന്റെ നേതാവായ ഹുയയ് ബിൻ അഖ്തബാണ് ഈ ഖന്തക്കിലേക്ക് 10,000-ഓളം വരുന്ന സൈന്യത്തെ ഒരുക്കി കൊണ്ടുവന്നത്. അയാൾ മദീനയിൽ മറ്റു വഴികളിലൂടെ പ്രവേശിച്ചുകൊണ്ട്, മലയിടുക്കുകളിലൂടെ പ്രവേശിച്ചുകൊണ്ട് ബനൂ ഖുറൈള ഗോത്രത്തിന്റെ നേതാവിന്റെ അരികിലേക്ക് ചെന്ന് കതകിന് മുട്ടുമ്പോൾ ഹുയയിനെ കാണുമ്പോൾ തന്നെ കഅബ് വാതിലടക്കുകയാണ്. വീണ്ടും വാതിൽ മുട്ടുന്നു, തുറക്കാൻ ആവശ്യപ്പെടുന്നു. ഇല്ല, നീ കുരുത്തം കെട്ടവനാണ്, നീ വന്നത് എന്തിനാണെന്ന് എനിക്കറിയാം, മുഹമ്മദിനെ ചതിക്കാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടുള്ള കരാർ പൊളിക്കാൻ പറയാനല്ലേ, നീയാണല്ലോ ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാനതിന് തയ്യാറല്ല, മുഹമ്മദ് സത്യസന്ധനാണ്, വാക്ക് പാലിക്കുന്നവനാണ്, ഞാൻ ഒരിക്കലും അത് പൊളിക്കാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും കതകിന് മുട്ടി വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുകയാ. ഹുയയ് പറയുന്നത്, നീ അതൊന്നുമല്ല വാതിലടച്ചത്, നീ ഉണ്ടാക്കിയിരിക്കുന്ന ഭക്ഷണം അത് ഞാനും കഴിക്കേണ്ടി വരുമല്ലോ, എനിക്ക് തരേണ്ടി വരുമല്ലോ എന്ന് പേടിച്ചുകൊണ്ടാ, നിനക്ക് ഒറ്റക്ക് കഴിക്കാനാണ് നീ കഴിയുന്നത് എന്ന് പറഞ്ഞപ്പോഴാ ഇദ്ദേഹം വാതിൽ തുറക്കുന്നത്. ഹുയയ് സംസാരിക്കുന്നു കഅബിനോട്. അവസാനം പറഞ്ഞു നിർബന്ധിപ്പിച്ച് ബനൂ ഖുറൈള ഗോത്രത്തിന്റെ തലവൻ അതിന് വഴങ്ങുകയാണ്. ഹുയയ് പറയുന്നത്, എന്തു പറ്റിയാലും ഖുറൈശികൾ ഒരു വൻ സേനയാ വന്നിരിക്കുന്നത്, 10,000-ഓളം വരുന്ന സൈന്യമാണ്. ഒരിക്കലും മുഹമ്മദിന് അവരോട് നേരിടാൻ കഴിയില്ല, പിന്തിരിഞ്ഞോടേണ്ടി വരും. മറിച്ചെങ്ങാനുമാണ് ഉണ്ടാകുന്നതെങ്കിൽ, ഈ സൈന്യം പരാജയപ്പെടുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വരും, നിങ്ങളോടൊപ്പം നിൽക്കാൻ, നിങ്ങൾക്ക് എന്തു പറ്റിയെങ്കിലും അത് സ്വീകരിക്കാൻ, നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഹുയയ് വാക്ക് പറയുമ്പോഴാ ബനൂ ഖുറൈള വിശ്വാസികൾക്കെതിരെ തിരിയുന്നത്, മദീനക്കെതിരെ തിരിയുന്നത്, നബിയോടുള്ള കരാറ് വിളിക്കുന്നത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ കാതിലേക്ക് ഈ വിവരം എത്തുന്നു. ഇവിടുന്ന് പേടിച്ചുപോയി, പ്രയാസപ്പെട്ടു പോയി. മദീനയിലെ പാവങ്ങളെ ഓർത്ത്, വിശ്വാസികളെ ഓർത്ത്, സ്ത്രീകളെയും കുട്ടികളെയും ഓർത്തുകൊണ്ട് വാർത്ത കേട്ടത് സത്യമാണോ എന്നറിയാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ ആളുകളെ പറഞ്ഞയച്ചു. 2 ആളെ പറഞ്ഞയച്ചിട്ട് നബി തങ്ങൾ പറയുന്നത്, സത്യമാണെങ്കിൽ എനിക്ക് മാത്രം മനസ്സിലാകുന്ന വിധത്തിലാണ് നിങ്ങൾ കാര്യം പറയേണ്ടത്. വിശ്വാസികൾ ഇത് കേട്ട് പേടിക്കരുത്. അവർ ചെല്ലുന്നു, കാര്യം സത്യമാണെന്നറിയുന്നു, നബിയുടെ അരികിലേക്ക് വരുന്നു. നബി തങ്ങൾക്ക് മാത്രം മനസ്സിലാകുന്ന വിധത്തിൽ പറയുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത്, അബ്ശിറൂ യാ മഅ്ശറൽ മുസ്ലിമീൻ, മുസ്ലിം സൈന്യമേ നിങ്ങൾ സന്തോഷിച്ചോളൂ എന്നാണ്. അവരെ സമാധാനിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂല് ചെയ്തത്. ഈ ബനൂ ഖുറൈള ഗോത്ര കൂടി ശത്രുക്കളുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ മദീനത്തകത്ത് നിന്നുകൊണ്ടും ശത്രുക്കളെ നേരിടേണ്ടി വരികയാണ് അള്ളാഹുവിന്റെ റസൂൽ. പുറത്തു വൻ സൈന്യമാണ് 10,000. ഈ 10,000-ഓളം വരുന്ന സൈന്യത്തിൽ നിന്ന് മദീനയുടെ മുകൾ ഭാഗത്തിലൂടെ ഒത്തുഫാൻ ഗോത്രക്കാരിലെ 1,000-ഓളം വരുന്ന സൈന്യം മദീനയുടെ അകത്തേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. താഴ്ഭാഗത്തിലൂടെ ഖുറൈശികളും എല്ലാത്തിനും ചട്ടം കെട്ടി ഒരുക്കിയത് ഹുയയ്യാണ്, ബനൂ ഖുറൈളയാണ്. അവരുടെ സൈന്യത്തോടുകൂടി, അവരുടെ സഹായത്തോടുകൂടി മദീനത്തകത്തേക്ക് പ്രവേശിക്കാൻ നോക്കുകയാണ്. ചില ആളുകൾ കിടങ്ങ് ചാടിക്കിടക്കുകയാണ്, പേടിയാണ്, വളരെയധികം പ്രയാസമാണ്.
എന്ത് ചെയ്യുമെന്നറിയാത്ത വിധം അവർ പേടിക്കുകയാണ്. എന്താണ് നടക്കുകയെന്നറിയില്ല. വിശ്വാസികൾ പേടിച്ചു പോയ ആ രംഗത്ത് വിശുദ്ധ ഖുർആൻ പോലും ആയത്തിറക്കിയിട്ടുണ്ട്. ഇദ് ജാഊകും മിൻ ഫൗഖികും വമിൻ അസ്ഫല മിൻകും വഇസാഗത്തിൽ അബ്സ്വാർ വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിറ. നിങ്ങളുടെ താഴ്ഭാഗത്തു നിന്നും അടിഭാഗത്തു നിന്നും മുകൾ ഭാഗത്തു നിന്നും നാനാഭാഗത്തു നിന്നും ശത്രുക്കൾ നിങ്ങളിലേക്ക് വന്നപ്പോൾ നിങ്ങൾ പേടിച്ചു പോയിട്ടുണ്ട്, നിങ്ങൾ പ്രയാസപ്പെട്ടിട്ടുണ്ട്. എന്താണ് നടക്കുക എന്നറിയാതെ നിങ്ങൾ പലതും മനസ്സിന്റെ അകത്ത് ചിന്തിച്ചു പോയിട്ടുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ആ രംഗത്തെയാണ്. വിശ്വാസികൾ പേടിച്ചു പോയിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ. പക്ഷേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന ലോകത്തിന്റെ നായകർ, ആ സൈന്യത്തിന്റെ നേതാവ്, അവരെ സമാധാനിപ്പിക്കുകയാണ്, അവർക്ക് വാക്കു നൽകുകയാണ്, നിങ്ങൾ പേടിക്കണ്ടെന്ന്. മുനാഫിക്കുകൾ ഒരുപാട് അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു, വിശ്വാസികളോടൊപ്പം വന്നിരുന്നു. ആ വിശ്വാസികളോടൊപ്പം വന്നിരുന്ന മുനാഫിക്കുകൾ അവരുടെ പ്രയാസവും വിശ്വാസികൾ നേരിടുകയാണ്. അവർ പറയുന്നത്, എന്താ മുഹമ്മദ് പറഞ്ഞത്, കിസ്റയും കൈസറുമൊക്കെ നമ്മുടെ കരങ്ങളിലേക്ക് വരുമെന്ന സ്വപ്നമാ മുഹമ്മദ് കാണുന്നത്. വഹദുനാ ലാ യഖ്ദിറു അൻ യദ്ഹബ ഇലാ ഗായിത്. ഒന്ന് മറക്കിരിക്കാൻ പോലും പറ്റാത്ത വിധം, മൂത്രമൊഴിക്കാൻ പോലും പറ്റാത്ത വിധം, ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും പറ്റാത്ത വിധം ഞങ്ങൾ ഓരോ ആളുകളും പ്രയാസപ്പെടുമ്പോഴാ മുഹമ്മദിന്റെ മോഹന വാഗ്ദാനങ്ങൾ കിസ്റയും കൈസറുമൊക്കെ നമ്മളുടെ കരങ്ങളിലേക്ക് വരുമെന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാ ചെയ്തത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ശത്രു സൈന്യമതാ ചില ആളുകൾ കിടങ്ങ് ചാടിക്കടന്നു വരുന്നു. ഇടുങ്ങിയ ഒരു പ്രദേശത്തിലൂടെ കുറെ ആളുകൾ വരുന്നു. കൂട്ടത്തിൽ നേതാവുണ്ട്, അംറുണ്ട്, അംറുബിന് അബ്ദുവുദ് എന്ന് പറയുന്നയാളുണ്ട്. അദ്ദേഹം വന്ന് വെല്ലുവിളിക്കുന്നു. ആരാണ് ധൈര്യമുള്ളവരുണ്ടെങ്കിൽ കടന്നു വരൂ എന്ന് പറഞ്ഞ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അലിയാർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നത്, ഞാൻ പോകാമെന്ന്. നബി തങ്ങൾ പറയുന്നു, ഇജ്ലിസ് ഫഇന്നഹു അംറാണ് വരുന്നത്, ഇരിക്കൂ അലിയെ എന്ന. അംർ അവരിൽ ധീരനാണ്, പേരുകേട്ടയാളാണ്, അതിശക്തനായ ആളായിരുന്നു. അദ്ദേഹം വീണ്ടും വിളിക്കുന്നു. ആരംഭ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അയാൾ ചോദിക്കുന്നത്, എന്താ അയിന ജന്നത്തുക്കും, നിങ്ങൾക്ക് സ്വർഗം വേണ്ടേ? നിങ്ങൾ ഇതുവരെ പറഞ്ഞിരുന്ന സ്വർഗം എവിടെ? ഞങ്ങളോട് പോരാടി മരണപ്പെട്ടാൽ സ്വർഗമാണ് നിങ്ങൾക്കെന്നല്ലേ നിങ്ങൾ പറഞ്ഞിരുന്നത്, അത് വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അലിയാർ തന്നെ വീണ്ടും പറയുന്നു, ഞാൻ പോവാം. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, അംറാണേത്, ഇരിക്കൂ അവിടെ എന്ന്. വീണ്ടും അദ്ദേഹം വെല്ലുവിളിച്ച് പരിഹസിക്കുകയായി ഇസ്ലാമിനെ, പറഞ്ഞയക്കൂ മുഹമ്മദേ എന്ന്. ആ സമയത്ത് അലിയാർ എഴുന്നേറ്റ് നിന്ന് ഞാൻ പോകാമെന്ന് പറയുമ്പോൾ അംറല്ലേ എന്ന് ചോദിക്കുമ്പോഴും അള്ളാഹുവിന്റെ റസൂലിനോട് അലിയാർ പറയുന്നത്, ഇൻകാന അംറാണെങ്കിലും ശരി ഞാൻ അങ്ങോട്ട് പോവുകയാണെന്ന്. അള്ളാഹുവിന്റെ റസൂലിന് സന്തോഷമായി. അവിടുത്തെ പടക്കോപ്പുകൾ അദ്ദേഹത്തിന് ധരിപ്പിച്ചുകൊണ്ട് അവിടുത്തെ വാള് നൽകിയിട്ട് പ്രത്യേകം പ്രാർത്ഥിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ അലിയാരെ പറഞ്ഞയക്കുക. അലിയാർ അദ്ദേഹത്തിന്റെ അരികിലേക്ക് ചെല്ലുന്നു, അദ്ദേഹത്തിനോട് സംസാരിക്കുന്നു. പടക്കോപ്പുകൾ ധരിച്ചിരിക്കുന്ന, പടയങ്കി ധരിച്ചിരിക്കുന്ന അലിയാരെ കാണുമ്പോൾ തിരിയുന്നില്ല ആരാണ് നീ? ഞാൻ അലിയാണ്, അബൂതാലിബിന്റെ മകനാ. ഇദ്ദേഹം ചോദിക്കുന്നത്, നിന്നേക്കാൾ ശക്തന്മാരായ ആരുമില്ലേ? നിന്റെ രക്തം, നീ പാവമാണ്, നിന്റെ രക്തം ഒലിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അലി പറഞ്ഞു, പക്ഷെ ഞാൻ അങ്ങനെയല്ല, നിന്നെ കൊല്ലാൻ ഒരുങ്ങിയാ ഞാൻ വന്നത്, നിന്റെ രക്തം ഒലിപ്പിക്കാൻ തന്നെയാ ഞാൻ വന്നത്. ഇത് കേട്ട് ദേഷ്യപ്പെട്ട അദ്ദേഹം തന്റെ വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് തന്റെ ഒട്ടകത്ത് അവിടെ കാല് മുറിച്ചിട്ട് അവിടെ തള്ളിയിട്ടുകൊണ്ട്, ഞാൻ മടങ്ങിപ്പോകില്ല, ഇവിടെ തന്നെ നിന്ന് പോരാടുമെന്ന് അറിയിക്കാൻ അദ്ദേഹം എല്ലാം മുറിച്ച് തള്ളിയിട്ട് അലിയാരുടെ അരികിലേക്ക് വന്ന് നിമിഷ നേരങ്ങളെ കൊണ്ട് അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വകവരുത്തിയിട്ട് മടങ്ങി വരികയാണ്. വിശ്വാസികളുടെ തക്ബീർ കേട്ടുകൊണ്ടാ അള്ളാഹുവിന്റെ റസൂൽ ഈ വിവരം അറിഞ്ഞിരുന്നത്. ഇദ്ദേഹം കൊല്ലപ്പെട്ട അതറിഞ്ഞപ്പോ കിടങ്ങ് ചാടിക്കടക്കാൻ വന്നിരുന്നവരൊക്കെയും ഓടുകയാണ്, പേടിച്ചോടുകയാണ്. നബിയെ കൊല്ലാൻ വേണ്ടി ലക്ഷ്യം വിട്ട് വന്നിരുന്ന ചില ആളുകൾ ആ കുണ്ടിൽ വീണുകൊണ്ട് മുസ്ലിമീങ്ങളുടെ അമ്പെയ്ത്ത് കാരണം അതേറ്റുകൊണ്ട് മരണപ്പെട്ടിട്ടുണ്ട്. കാര്യമായ പോരാട്ടങ്ങളൊന്നും അവിടെ നടന്നിട്ടുണ്ടായിരുന്നില്ല. കിടങ്ങിന്റെ അപ്പുറവും ഇപ്പുറവും നിന്ന് ഏതാനും ചില നേരങ്ങളിൽ നടന്ന അമ്പെയ്ത്തുകൾ മാത്രം, വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രം. ശത്രുപക്ഷത്തു നിന്ന് 3 ആളുകളാ കൊല്ലപ്പെട്ടത് മുസ്ലിമീങ്ങളുടെ ഭാഗത്തു നിന്ന്. ദിനാഹിരത്തോളം വരുന്ന ഈ സൈന്യം വന്നുകൊണ്ട് മുസ്ലിമീങ്ങളുടെ ഭാഗത്തു നിന്ന് 6 ആളുകൾ മാത്രമേ വധിക്കപ്പെട്ടിട്ടുള്ളൂ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ച് അള്ളാഹുവിന്റെ സഹായം അള്ളാഹു വാഗ്ദാനം നൽകുകയാണ്, വാക്ക് നൽകുകയാണ്. കാറ്റടിച്ചുകൊണ്ട് പ്രത്യേകം സൈന്യത്തെ ഇറക്കിയിട്ട് അവരെ തുരുത്തിയോടിക്കാമെന്ന്. ഇത് പറയാൻ അള്ളാഹുവിന്റെ ഹബീബ് വിശ്വാസികളുടെ അരികിലേക്ക് ചെല്ലേണ്ട താമസം അതാ ശക്തമായ കാറ്റ് വരുന്നു. അവരുടെ കോട്ട കൊത്തളങ്ങളെ മുഴുവനും തള്ളിയിട്ടുകൊണ്ട്, അവരുടെ വീടുകളെയും ടെന്റുകളെയും എല്ലാം തള്ളിയിട്ടുകൊണ്ട് പൊടി പടലങ്ങൾ പലർത്തി പൊടിയാകെ പാറിയിട്ട് കണ്ണിലും ശരീരത്തിലും ഒക്കെ പൊടി പാറിയിട്ട് അവരുടെ ഭക്ഷണങ്ങളും ചെമ്പുകളും പാത്രങ്ങളും എല്ലാം നിലത്തു വീണ് അവർ ഓടി രക്ഷപ്പെടുകയാ ചെയ്തത്.
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയ ഈ സഹായം. യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് ജാഅതുകും ജുനൂദുൻ ഫഅർസൽനാ അലൈഹിം റീഹൻ വജുനൂദൻ ലം തറൂഹാ. നിങ്ങളിലേക്ക് ഒരു വൻ സൈന്യം കടന്നു വന്ന സമയത്ത് നിങ്ങളറിയാത്ത, നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത വിധത്തിലുള്ള മലക്കുകളെ നാം ഇറക്കിയിട്ട് കാറ്റും പ്രത്യേകം അയച്ചുകൊണ്ട് നിങ്ങളെ നാം സഹായിച്ചില്ലേ, ഇത് നിങ്ങൾ ഓർക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഈ സഹായത്തെയായിരുന്നു. വിശ്വാസികൾക്ക് അള്ളാഹു നൽകിയ സഹായം, അവരുടെ അരികിലേക്ക് അള്ളാഹുവിന്റെ റസൂല് പിന്നീട് എന്താണ് നടന്നത് എന്ന് നോക്കാൻ വേണ്ടി ആര് പോകുമെന്ന് പറയുമ്പോൾ ഹുദൈഫയാ വരുന്നത്. ഹുദൈഫ തണുത്തു വിറച്ചുകൊണ്ടാ വരുന്നത്. ഇഴങ്ങി നീങ്ങിയ അദ്ദേഹം വരുന്നത് തണുപ്പിന്റെ കടുപ്പം കാരണം. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, നിങ്ങൾക്ക് ഒരു പ്രയാസവും വരില്ല, തണുപ്പ് വരില്ല, നിങ്ങളെ പിടിക്കില്ല, കൊല്ലപ്പെടില്ല, നിങ്ങൾ ചൊല്ലൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞയക്കുമ്പോൾ അദ്ദേഹം അവരുടെ അരികിലേക്ക് ചെല്ലുന്നു. അവരറിയാതെ അവരുടെ കൂട്ടത്തിൽ കയറിക്കൂടുന്നു. അബൂ സുഫിയാന് പറയുന്നത്, നമുക്ക് രക്ഷപ്പെടണം, ഇനി ഇവിടെ നിൽക്കാൻ കഴിയില്ല, നമ്മെ എല്ലാവരും ചതിച്ചിരിക്കുന്നു, ബനൂ ഖുറൈള അവർ നമ്മെ ചതിച്ചിരിക്കുന്നു, നമ്മോടൊപ്പം നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിനി രക്ഷപ്പെട്ടേ മതിയാകൂ. അവരുടെ ആളുകൾ നമ്മുടെ അരികിലേക്ക് വന്ന് നമ്മളെ പിടികൂടുന്നതിന്റെ മുമ്പ് നമുക്ക് രക്ഷപ്പെടണം. ഓരോ ആളുകളും അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നയാള് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരാണെന്ന് ഉറപ്പുവരുത്തണം എന്നൊക്കെ ഈ യുദ്ധതന്ത്രങ്ങൾ അറിയുന്ന ഇദ്ദേഹം പറയുമ്പോഴാണ് ഹുദൈഫ അവിടെ കയറി ചെന്നിരിക്കുന്നത്. ഹുദൈഫ അവസരം മുതലെടുത്ത് തന്റെ വലതുഭാഗത്തുള്ളയാളോട് ചോദിച്ചു, നീ ആരാണ്? ഇടതുഭാഗത്തുള്ളയാളോടും ചോദിച്ചു, നീ ആരാണെന്ന്. അവരിങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പ് ചോദിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഹുദൈഫ പറയുകയാ, അള്ളാഹുവിന്റെ റസൂല് ഞാൻ പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞിരുന്നു, നീ ഒന്നും ചെയ്യരുത്, വിവരങ്ങൾ അന്വേഷിച്ച് മടങ്ങി വരണമെന്ന്. ഹുദൈഫ പറയുകയാ, അള്ളാഹുവിന്റെ റസൂൽ അത് പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ അവരുടെ തലവനായ നേതാവായ അബൂ സുഫിയാനെ നിമിഷ നേരങ്ങളെ കൊണ്ട് വധിക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. പക്ഷെ എന്നോടൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യാതെ മടങ്ങിപ്പോരുകയാ ചെയ്തത്. അബൂ സുഫിയാൻ അന്ന് വിളിച്ചു പറഞ്ഞത് നമുക്ക് രക്ഷപ്പെടാമെന്നാണ്. ഇതും പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ ഒട്ടകപ്പുറത്തേക്ക് കയറി ചാടി വീണുകൊണ്ട് പെട്ടെന്ന് രക്ഷപ്പെടുമ്പോഴാ ഇക്രിമത്ത് ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പിന്നീട് വിശ്വസിച്ചയാളാണ്. അദ്ദേഹം ചോദിക്കുന്നത്, നേതാവേ, ഞങ്ങളെയൊക്കെയും ഇവിടെ ഇട്ടാണോ പോകുന്നത്? ആളുകൾ പോവട്ടെ, എന്നിട്ടാണ് നമുക്ക് പോവേണ്ടത് എന്ന്. അബൂ സുഫിയാൻ അവിടെ ഇറങ്ങുന്നു, കൂടെയുള്ള ആളുകളെ എല്ലാവരെയും പറഞ്ഞയക്കുന്നു. എല്ലാവരും പോയതിനു ശേഷം ഒട്ടകപ്പുറത്ത് കയറിയിട്ട് അവരും രക്ഷപ്പെടുകയാണ്. ഹിജ്റ 5-ാം വർഷം ശവ്വാൽ മാസത്തിൽ ഇത് നടന്ന് നിമിഷ നേരങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വീണ്ടും സമാധാനമില്ല, ഒഴിഞ്ഞിരിക്കാൻ നേരമില്ല. അള്ളാഹുവിന്റെ കൽപ്പന വീണ്ടും വരികയാണ്, മറ്റൊരു സൈനിക നടപടി നടത്താൻ. ഇൻഷാ അല്ലാഹ് വിവരിക്കാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.